നിഷ്കളങ്കരാണെന്ന് പറയാറില്ലേ കിഡ്സ്? അത് ശരിക്കും ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ ആദ്യത്തെ പിരീഡ് മാത്സ് എടുക്കുന്നു. വളരെ ഉന്മേഷമായിരിക്കും. പ്രത്യേകിച്ച് ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് എനർജി, ഈ ഒരു ബൂസ്റ്റ് കുടിച്ച എനർജി കിട്ടും. അപ്പൊ നമ്മൾ മാത്സ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി ലോസ് ആവും. അവർക്ക് ഫസ്റ്റ് പീരീഡിൽ നിന്നും നല്ല എനർജി, നമ്മൾ വിചാരിക്കുന്ന ഉച്ച കഴിഞ്ഞിട്ടുള്ള അത്ര എനർജി ഒന്നും ഉണ്ടാവില്ല. മാത്സ് എടുത്ത് തുടങ്ങുമ്പോൾ ഇവർ വലിയ രീതിക്ക് ഇതിന്റെ ആൻസർ ഇത്, അതിന്റെ ആൻസർ ഇത് എന്നൊക്കെ പറയും. 5 മിനിറ്റ് കഴിഞ്ഞ് ശരിക്കും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡിക്റ്റേഷൻ ഇടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നോട്ടിലേക്ക് തന്നെ എഴുതാൻ പറയുമ്പോഴോ ആണ് നമ്മൾ അറിയും 2 കാര്യങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കണക്ക് ഇവർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. രണ്ടാമത്തെ കാര്യം, മുന്നേ അതായത് ഒരു ഇന്റർവെൽ കൊടുക്കണതിന് തൊട്ട് മുന്നേ ഒരു കണക്ക് വലിയ രീതിക്ക് അവർക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ. ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് ആഘോഷിച്ച് കഴിഞ്ഞ് വന്നു കഴിയുമ്പം നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ബോർഡിലിട്ട് കൊടുക്കും. എന്നിട്ട് തന്നെ നോട്ടിൽ എഴുതാൻ പറയുമ്പോൾ കോമണായിട്ട് വരുന്ന ഒരു സംശയം ഇതായിരിക്കും, ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലില്ല, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തിട്ടില്ല, പുതിയ ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മാത്സ് ടെക്സ്റ്റ് ബുക്ക് ഇന്ന പേജ് നമ്പർ ഇത്രാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴും ഇപ്പോഴും കാണാത്തവരുണ്ടാവും അവിടെ. കാരണം എന്താ? ഒരു 5 മിനിറ്റത്തെ ഇന്റർവെല്ലിന് ശേഷം മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാന്ന് പോലും മറന്നു പോകുന്ന, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാനായിട്ടുള്ള ആ ഒരു ധൈര്യം, ആ ഒരു കഴിവ്, അത് കുട്ടികൾക്ക് മാത്രമുള്ളൊരു കഴിവാണ്.